ദൈവനാമത്തിൻ്റെ മഹത്വം. 24 സങ്കീർത്തനത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് പതിപ്പിക്കാം. ആരാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്? ഈ ചോദ്യം 2 പ്രാവശ്യം 24 സങ്കീർത്തനത്തിലുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ഇതിൽ തന്നെയുണ്ട്. ബലവാനും വീരനുമായ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, സംശയമില്ല. എങ്കിലും ഈ ചോദ്യം നമുക്കൊന്ന് ചോദിക്കാം നമ്മളോട് തന്നെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? രാജാവും മന്ത്രി, ഭരണാധിപന്മാർ, ഈ വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. മന്ത്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ വകുപ്പ് മന്ത്രികളാണ്. മന്ത്രിയുടെ പേരല്ല വിഷയം, വകുപ്പാണ് വിഷയം. ഭക്ഷ്യമന്ത്രി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി, പോലീസ് മന്ത്രി, സ്പോർട്സ് മന്ത്രി, അല്ലേ, ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, ഇങ്ങനെ പോകുന്നു. വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു വകുപ്പ്, മഹത്വത്തിൻ്റെ രാജാവ്. യെശയ്യാ പ്രവചനത്തിൽ മറ്റൊരു വകുപ്പ് കാണാം, അത്ഭുതമന്ത്രി. ഒരു രാജ്യത്തും അങ്ങനെയൊരു വകുപ്പ് മന്ത്രി ഇല്ല. തിരുവഴുത്തിൽ മാത്രമേ ഉള്ളൂ അത്ഭുതമന്ത്രി. അതാരാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, അത് യേശുക്രിസ്തുവാണ്. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ പേരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന് 24 സങ്കീർത്തനത്തിൽ എന്തായി പറയുന്നേ? വിവരിക്കാം. 22 സങ്കീർത്തനം ക്രൂശിതനായ ക്രിസ്തു, 23 സങ്കീർത്തനം ഉദ്ധിതനായ ക്രിസ്തു, 24 സങ്കീർത്തനം മടങ്ങി വരുന്ന ക്രിസ്തു, രാജാവായ ക്രിസ്തു. അപ്പൊ ക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ രാജാവ് എന്ന ആ ദിവ്യ വെളിപ്പാട് പങ്കുവയ്ക്കാനായിട്ടാണ് പ്രവാചകൻ 24 സങ്കീർത്തനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? യേശു ക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ രാജാവ്. നോക്കൂ, 21 അധ്യായം വിശുദ്ധ മത്തായി 4 വാക്യം. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നേ. യേശുക്രിസ്തു വരുന്ന കണ്ടിട്ടാ. ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. സെക്കരിയ പ്രവചനം 9 അധ്യായത്തിലെ വാക്യം എടുത്തിട്ട് മത്തായി സുവിശേഷത്തിൽ എഴുതി ചേർത്തിട്ട് ക്രിസ്തുവിന് വേണ്ടി കഴുതയെ കൊണ്ടുവരുന്ന കാര്യമാണ് വർണ്ണിക്കുന്നത്. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ കഴുതിയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു, അവൻ കയറി ഇരുന്നു. ലൂക്കോസ് എഴുതുന്നത് അവനെ കയറ്റി ഇരുത്തിയെന്നാണ്. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ഒരു കഴുത ഇന്ന് വരെ വസ്ത്രത്തിന് മുകളിൽ കൂടി ചവിട്ടി നടന്നിട്ടില്ല. ചവിട്ടി നടന്നാൽ അടിച്ച് കാലൊടിക്കും. കാരണം അധികം പേരും കഴുതയെ തുണിയലക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ തുണി ചുമന്നുകൊണ്ട് പോകുന്നതാണ് ഇവൻ്റെ ജോലി. അതിനെ കഴുകി ഉണങ്ങാനിടുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്നാൽ പിന്നെ ആ തുണി ഉപയോഗിക്കാൻ കൊള്ളുമോ? പക്ഷെ യേശു എന്ന മഹത്വത്തിൻ്റെ രാജാവിന് വേണ്ടി ഈ കഴുതക്കുട്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ ആ കഴുതക്കുട്ടിക്ക് പോലും പരവതാനി വിരിച്ച വഴി തുറക്കപ്പെടുകയാണ്. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? യേശുക്രിസ്തുവാണ് മഹത്വത്തിൻ്റെ രാജാവ്.
ഒരു കഴുതയെ പോലെ ഒരു ജീവിതമാണ് നിനക്കുള്ളതെങ്കിൽ യേശുവിന് വേണ്ടി ഒന്ന് കുനിഞ്ഞുകൊട്. അവൻ നിന്നിൽ കയറട്ടെ, അവൻ നിന്റെ മേൽ വാഹനമേറട്ടെ, അവൻ നിന്നെ നയിക്കട്ടെ. അപ്പോൾ നിന്റെ വഴികൾ നീ സ്വപ്നം കണ്ടതിനേക്കാളും മഹത്വമുള്ളതായി തീരും. കാരണം അവനാണ് മഹത്വത്തിൻ്റെ രാജാവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.